Hey Beena, where are you? Are you excited or what? I'm so excited. You know what today is? Today's my birthday. Yes, of course. It's May 12th. Amazing. How do you remember? It's easy. The Mayflowers always bloom today. Oh, thank you. I wonder how I survived through all these years. I have grown up. But you see, Jason, I'm still a kid at heart. I don't get it, dear friend. I'm not joking. You cannot guess how excited I am. Really. I still wish for birthday gifts like a little kid. Can you believe that? How sweet. This time my dad promised a wonderful gift. Jason, can you guess what it is? What is it? A branded overcoat? No. Is it a branded movie camera? No. My great dad is getting me a brand new car. Really? You mean a Lexus? A BMW? Maybe. I don't know. I'll let you know tomorrow. Beena, wish you a happy, wonderful birthday. Oh, thank you, Jason. I love it. Thank you for the gift. See you, Beena. Thank you, Jason. I love it. Thank you. How much is the fare? $10. Thank you. Thank you. മോൾ എന്താ ഇന്ന് ലേറ്റ് ആയത്? 4:30 ട്രെയിൻ എന്താ ഇന്ന് കിട്ടിയില്ലേ? Where's Dad, Mom? ജോസ് ലേറ്റ് ആവുമെന്ന് ഇപ്പോൾ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഡിന്നറിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, നമ്മളോട് കഴിച്ചോളാൻ പറഞ്ഞു. എന്തു പറ്റി മോളെ? പെട്ടെന്ന് അപ്സെറ്റ് ആയ പോലെ. എന്താണെങ്കിലും പറയേ. Don't you remember this day? ഓ സോറി മോളെ, നിന്റെ ബർത്ത്ഡേ പാർട്ടിയല്ലേ? ഡാഡി പറഞ്ഞു നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റാന്ന്. ഡാഡിന്റെ കൺവീനിയൻസ് നോക്കിയാൽ മതിയല്ലോ. Nobody is bothered about me. അതല്ല മോളെ, വീക്കെൻഡ് അല്ലേ പാർട്ടിക്ക് നല്ലതെന്ന് വിചാരിച്ചിട്ടാ ജോസ് അങ്ങനെ പറഞ്ഞത്. എന്റെ ബർത്ത്ഡേ ഇന്ന് ഈവനിങ് സെലിബ്രേറ്റ് ചെയ്യാന്നല്ലേ രാവിലെ പോലും ഡാഡി പ്രോമിസ് ചെയ്തത്. ശരിയാണ്, പക്ഷെ ജോസ് ഓഫീസിൽ പോയിട്ടാണത്ര ഓർത്തത് മറ്റു ചില എൻഗേജ്മെന്റ്സ് ഒക്കെ ഉണ്ടെന്ന്. അതൊന്നും അല്ല, എനിക്കറിയാം. Nowadays he doesn't keep any his promises. And you know, Mom, ഞാൻ എന്റെ എത്ര ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തു. They are all on the way. My goodness, ഞാൻ ഇനി എങ്ങനെ അവരെ ഇൻഫോം ചെയ്യും? ഷോ, നീ ആദ്യം ഒന്ന് ഫ്രഷ് ആക്, എന്നിട്ട് നമുക്ക് എല്ലാരും വിളിച്ചറിയിക്കാം ബർത്ത്ഡേ പാർട്ടി നമ്മൾ വേറൊരു ദിവസത്തേക്ക് മാറ്റിയെന്ന്. No, no more parties. I hate you both. അയ്യോ, come on sweetie, cool down, cool down. Don't talk to me. You'll suffer. I'll make you both suffer for this. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. It's a surprise. Dad, you're great. ഞാൻ വിചാരിച്ചു ഞാൻ നിന്റെ പിറന്നാൾ മറന്നുപോയി. How can I ever forget my Bing's birthday? മതി മതി മതി. എക്സ്ക്യൂസ് മീ. മതി മതി, അച്ഛനും മോളും കൂടെ പുന്നാരിച്ചത്. നാട്ടുകാരുടെ കണ്ണു കിട്ടും. Hey, jealous. Start the music, man. മ്യൂസിക്. Oh yeah, start the music. കിരൺ, ഈ വയസ്സുകാലത്ത് അവരുടെ റൊമാൻസ് കണ്ടില്ലേ? വയസ്സന്മാരൊന്നോ? അയ്യോ, അവർക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. They are very young at heart. അമേരിക്കൻ മലയാളികൾക്കിടയിൽ ഏറ്റവും ഐഡിയൽ കപ്പിൾസാ ജോസു ആൻസിയും. Oh God.
പുറത്താരെയും കാണുന്നില്ലല്ലോ മോളെ. ഫംഗ്ഷൻ തുടങ്ങി കാണുമെന്നാ തോന്നുന്നത്. ആ ബോൾട്ടിമോറിലെ ട്രാഫിക് ജാം ഇല്ലായിരുന്നെങ്കിൽ we would have reached here on time. പിന്നെ ഒരു എക്സ്ക്യൂസ് ഉണ്ട്. എന്തായാലും ഏറ്റവും അകലേന്ന് വരുന്നത് നമ്മളാണല്ലോ. അതുകൊണ്ടൊരു കൺസിഡറേഷൻ ഒക്കെ തരും ജോസും ആൻസിയും, അല്ലേ? Hi Rita, welcome, welcome. How are you? Sorry ജോസ്, ഞങ്ങൾ അല്പം ലേറ്റ് ആയി പോയി. No, it's okay. Sophie, how are you? Fine, uncle. Thank you. അല്ല, ഇവിടെ മീന എവിടെ? അവൾ ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നില്ല. മീന. Hi. Hi birthday baby. Please, auntie. Happy birthday മോളെ. Thank you. Hi. Lovely today. Happy birthday. Let's go. ശ്ശോ, സോഫി മോളങ്ങ് വളർന്നു പോയല്ലോ. പിന്നെ കെട്ടിക്കാനുള്ള സമയം കഴിഞ്ഞ പെണ്ണിന്. ഓ പിന്നെ കരിയർ, ബിസിനസ്, വർക്ക് എന്നിങ്ങനെ ഒരു 100 എക്സ്ക്യൂസാ. ഇനി മനസ്സിൽ വല്ലവനും ഉണ്ടോന്ന് എനിക്കറിയാമേ. ഏയ് അങ്ങനൊന്നും ഉണ്ടാവില്ലെന്നേ. കാട് കയറി ചിന്തിച്ച് വെറുതെ പാർട്ടിയുടെ മൂഡ് കളയണ്ട. What would you like to have? Gin or vodka? നോ താങ്ക്സ്, ഞാൻ എടുത്തോളാം. Okay. Whoa, she's my lady, my pretty little lady. Whoa, she's my baby. One more bag. Hey, Unni. No. You had enough. How dare you deny me No. from taking drinks? Adu No. please. You had enough. Wasn't ആരാന്നറിയോ? No. He is my one and only brother. Come on. എന്റെ സ്വന്തം ഏട്ടനാടി. Hey. Shall we make a move? ഏയ്, ആരും ഡിന്നർ പോലും കഴിച്ചിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ മാത്രം പോയാൽ. See, we need our presence. അത്രയും ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എന്തായാലും ഇവരുടെ ഡിന്നർ കഴിക്കാൻ ഞാനില്ല. Okay, then we can push off. Well, Come. അതുകൊണ്ടായിരിക്കില്ലേ കോൺസെൻട്രേഷൻ. ജോസ്, ഞങ്ങൾ ഇറങ്ങുന്നു. No. ഇത്ര നേരത്തെ. ഇവരെ വിളിച്ചിരുന്നു. No, അത് പറ്റില്ല. You must have your dinner, please. വേണ്ട ജോസ്, നീതുവിന് വേറൊരു പ്രോഗ്രാം കൂടിയുണ്ട്, അതുകൊണ്ട്. Okay. Busy people. Thanks for coming. ആ, എനിക്ക് ജോസിനോട് സീരിയസ് ആയ ഒരു കാര്യം പറയാനുണ്ട്. Yes, Kiran, tell me. ഇവിടെ വെച്ചല്ല, ഒരു നല്ല വൈകുന്നേരം ഞാനായിട്ട് സ്പോയിൽ ചെയ്യുന്നില്ല. ഞാനും കിരണം സംസാരിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വേണ്ട, ഒരു ദിവസം ഞാൻ ഓഫീസിലോട്ട് വരാം. Of course. Okay. Bye. Come. Bye, Nidhi. Bye. See you. Bye. Bye. Okay, bye. ഈ രണ്ടെണ്ണം എന്താ ഇങ്ങനെ നാണോ മാനോ ഇല്ലാതെ നടക്കുന്നത്? Why can't they get married? ജോസിനൊന്ന് സംസാരിച്ചൂടെ? Why should I? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്ത് കാര്യം? അങ്ങനെയല്ലേ പ്രമാണം. ജോസ് പറഞ്ഞതാ ശരി. ഇവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുന്ന നല്ലത്. ഇതിപ്പോ തല പോലെ. One more. It's another story. നിങ്ങൾ ഈ പറയുന്നതിന്റെ മറുവശം. Hello. ഇതെന്താ ഇവിടെ ഇംഗ്ലീഷ് പാട്ട് പ്ലേയോണ്ടിരിക്കുന്നത്? Most of the persons here are Indian. Why can't you play some Indian songs? ഹിന്ദുസ്ഥാനി ഒന്നുമില്ല, പഴയ ഹിന്ദി പാട്ട് പ്ലേ ചെയ്യണോ? അല്ലാതെ ഇമാര് കാണാൻ പോണാ. ജോസച്ചയ്യ, ഞാൻ തോറ്റു. ജോസച്ചയ്യനൊന്ന് വിളിച്ചോണ്ട് വാ. ഞാനിപ്പോ അടുത്ത Don't worry. ഉണ്ണി എന്താ ഇത്? ഇല്ല, എനിക്കൊരു ഹിന്ദി പാട്ട് ഇപ്പോ കേൾക്കണം. അതിടാൻ പറ്റുമോ? ഉണ്ണി, this music is for youngsters. Let them enjoy. അത് ജോസ് ഞാൻ അറിയാൻ പാടില്ലായിട്ടാ. എല്ലാ മ്യൂസിക്കും എല്ലാവർക്കും വേണ്ടിട്ടുള്ളതാ. സംഗീതത്തിന് പ്രായമുണ്ടോ? ഇവന്മാര് വെച്ചില്ല. I will sing a song. ഞാൻ പാടും. Come on everybody. मेरा जीवन कोरा कागज कोरा भी रह गया. ഉണ്ണി പിന്നെ പ്ലീസ്. It's better you take it. ഇപ്പൊ എവിടെ പോയാലും ഇതാ അവസ്ഥ. അതുകൊണ്ടാ ഞാൻ എവിടെയും കൂടെ പോത്തത്. Cool down. Cool down. നമുക്ക് മോളിൽ പോയി വലുതും കഴിക്കാം. ഉണ്ണി വലുതും കഴിച്ചോ? ഇനി ഈ അവസ്ഥയിൽ ഉണ്ണി ഒന്നും കഴിക്കാൻ നിക്കില്ല. ഞങ്ങള് പോവാൻ നോക്കട്ടെ. എങ്ങനെ ഇനി ഒറ്റയ്ക്ക് വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അല്ല, മീര എങ്ങോട്ടാ? ന്യൂയോർക്കില്. ഈ വീക്കെൻഡ് മുഴുവൻ എനിക്ക് ക്ലാസ് ഉള്ളതാ. Don't worry. ഞാൻ ആന്തപ്പനെ കൂട്ടി വിടാം. He can drive. ഉണ്ണി വാ ഉണ്ണി. Please. മെല്ലെ. ഉണ്ണി Please. Oh God. ഉണ്ണി എത്തിയോ? Okay, bon voyage. Goodbye. ഉണ്ണി
ഇനി തിരിച്ചു പോകുമ്പോ ആന്റപ്പനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിക്കാവൂ. ഡ്രൈവ് ചെയ്ത് പോലീസ് ചാർജ് ചെയ്താ അതിന്റെ പകരം നിന്റേന്ന് കൊടുക്കണമല്ലോ. എനിക്കറിയാം, മീര പേടിക്കണ്ട, പോയിക്കോ. ഉണ്ണി, ദേ പോവാൻ നേരത്തെ എന്നെ വെറുതെ അപ്സെറ്റ് ആക്കരുത്. ഐ ഡിഡന്റ് മീൻ ദാറ്റ്. ഉണ്ണിക്ക് എന്നെ അറിയില്ലേ? എടീ, നിന്റെ മനസ്സാ ഞാൻ പറഞ്ഞേ. ഞാൻ ആരെയും കുറ്റം പറയില്ല. ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും കരഞ്ഞും ഒടുക്കം അവസാനം ഈ ഒരു അവസ്ഥത്തിന് എത്തിപ്പെടുമ്പോ ആർക്കും മടുക്കും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ ഈ ലെക്ചർ കേട്ടേക്കാൻ എനിക്ക് സമയമില്ല. ആ, നാളെ ആ റഷീദ് വരും. ഇൻഷുറൻസ് ക്ലൈമിന്റെ പേർപ്പസ് അവൻ ശരിയാക്കും. ദാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ കാർഡാ, പൈസ വിഡ്രോ ചെയ്യാൻ. പിന്നെ ട്യൂസ്ഡേ ക്ലാസ് ഇല്ലാത്ത വിവരം സ്റ്റുഡൻസിന് എല്ലാവർക്കും മെയിൽ ചെയ്യണം. അപ്പൊ ഇനി മൺഡേ എന്നെ റിസീവ് ചെയ്യാൻ ഇവിടെ വരണം. ഓക്കെ? ഇതുപോലെയല്ല, നല്ല കുട്ടിയായിട്ട്. ബൈ. കിട്ടുന്നെങ്കിൽ ഇതുപോലത്തെ ഭാര്യമാരെ കിട്ടണം. ഭാഗ്യവാൻ. That is true. നമ്മുടെ നാടൻ സദ്യ ഉണ്ടപ്പോ ഒന്ന് നാട്ടിപ്പോയതുപോലെ ആയി. Oh, Mama, enough. ഇനിയിപ്പോ കേരളത്തെ പറ്റി പറഞ്ഞു തുടങ്ങിയ she won't stop. നേരെ വെളുക്കുന്നവരെ പറയും. ബൈ. Okay, Ansi. Okay. Bye. Bye, uncle. Bye. Okay, thanks for the lovely evening. Hey, how was the party beans? Of course, Dad, you're the most wonderful. ഓ മതി 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 മതി. സോപ്പിട്ട് ഈ ഡാഡി അങ്ങ് പൊക്കൊന്നും വേണ്ട. Look, Dad, how she becomes Yeah. jealous. ഇനി Dad എനിക്ക് gift കൊടുത്തരുമ്പോ I can visualize her face. Right, Dad? Right, darling. Then give me. Where is the key of my dream car? Here is the surprise. This? ഇത് ഡാഡിന്റെ പഴയ കാറിന്റെ താക്കോലല്ലേ? What do you mean? It's only 6 months old. മോളെ, നമ്മുടെ ഫേവറേറ്റ് കാറല്ലേ, പിന്നെ അതങ്ങനെ പഴയ കാറാവും? No, Dad. I thought. നീ എന്തു വിചാരിച്ചുന്നാ? എത്ര കോസ്റ്റ്ലി കാറാണെന്ന് നിനക്കും അറിയാവുന്നതല്ലേ. ഇതുവരെ എന്നെ കൊണ്ട് പോലും ആ കാറൊന്നും തൊടിപ്പിച്ചിട്ടില്ല നിന്റെ ഡാഡി. ഇപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഡാഡി പ്രസന്റ് ആരെ മടിച്ചത് എന്താന്ന്. Good in a way. Otherwise I would have looked like a fool in front of my friends. എന്തു പറഞ്ഞ് കളിയാക്കുമെന്ന് നീ പറയുന്നേ? ഇത്രയും നല്ലൊരു കാറ് നിന്റെ ഫ്രണ്ട്സിൽ എത്ര പേർക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്? Don't cross question me, Mom. Anyway, I don't agree. Dad, and you disappointed me. You disappointed me. ബീന, യു ആർ ക്രോസിംഗ് ദി ലിമിറ്റ്സ്. ഡാഡിയോട് സോറി പറയും. അൻസി, അവളെ തടയണ്ട, അവളെ പോയിക്കോട്ടെ. ഇല്ല ജോസ്, ഒന്നേ ഉള്ളെന്ന് പറഞ്ഞ് ലാളിക്കുമ്പോ അഹങ്കരിക്കരുത് മക്കള്. ഡേ, നിനക്കറിയോ എത്ര കഷ്ടപ്പെട്ടാ ഞങ്ങൾ പഠിച്ചതെന്ന്? Oh, come on, Mom. I've told you 100 times. നിങ്ങളുടെ പഴയ കാര്യങ്ങൾ എന്റെ ലൈഫുമായി കമ്പയർ ചെയ്യരുതെന്ന്. I'm an American, okay? ബർത്ത്ഡേ ആയിട്ട് നീ അവളെ പിണക്കണ്ടായിരുന്നു. നോ ജോസ്, ഇപ്പൊ കാണിച്ച ഈ പ്രവൃത്തി ജോസ് ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. തികച്ച ഒരു അഹങ്കാരിയായിപ്പോയി എന്റെ മോള്. അല്ലെങ്കിൽ ജോസ് കൊടുത്ത കാറിന്റെ കീ ഇങ്ങനെ മുഖത്ത് വലിച്ചെറിയുമായിരുന്നോ? ഇല്ല അൻസി, ഞാൻ അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിയപ്പോ എന്റെ കയ്യിലുണ്ട് തെറ്റ്. നമ്മൾ കാറ് ബർത്ത്ഡേ പ്രസന്റായി കൊടുക്കുന്നുവെന്ന് സൂചിപ്പിച്ചപ്പോ മേ ബി ഷീ വാസ് എക്സ്പെക്ടിങ് എ ബ്രാൻഡ് ന്യൂ കാർ. ഈ പ്രായത്തിലുള്ള ഏത് കുട്ടിയും അങ്ങനെ ചിന്തിക്കും. അൻസി, അവള് പിണങ്ങിയല്ലേ പോയത്, നീ ഒന്ന് പോയി നോക്ക്. ചെല്ല് പ്ലീസ്. എന്തിനാ ജോസ്? പാർട്ടി വെച്ച് തന്നെ ആവശ്യത്തിനായില്ലേ? പിന്നെ
മോളെ ഓർത്ത് വിഷമിച്ചിട്ടാണെങ്കി വേണ്ട. അവള് നല്ല ഉറക്കാ. ഏയ്, അവള് വെറുതെ എന്നോട് പിണങ്ങി കിടക്കാവും. ആൻസി, ഞാനൊന്ന് പോയി സംസാരിച്ചാലോ? വേണ്ട. ഇനിയിപ്പോ കോംപ്രമൈസ് ഒക്കെ നേരം വെളുത്തിട്ട് മതി. ഡ്രസ്സ് പോലും മാറാതെ കിടന്നുറങ്ങുന്നേ. ഈ ആഴ്ച തന്നെ എന്റെ മോൾക്ക് പുതിയൊരു കാറ് വാങ്ങിക്കൊടുത്താലോ എന്ന് ആലോചിക്കാൻ ഞാൻ. പിന്നെ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ അവള്. ആ, നമ്മുടെ പ്രോബ്ലംസ് കുറച്ചൊക്കെ അവളും മനസ്സിലാക്കട്ടെ. ആദ്യം ഓഫീസിലെ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യ്. നീതുവുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഇനി എന്തായാലും നീട്ടിക്കൊണ്ടു പോണ്ട. പാർട്ടിയിലേക്ക് കാമുകനായിട്ടുള്ള വരവ് കണ്ടപ്പോ ഐ വാസ് ഇറിറ്റേറ്റഡ്, യു നോ. ഹലോ ആൻസി, സുമിയ നാട്ടീന്ന്. സുമി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ബീനമോളെ ഒന്ന് വിളിച്ചു തരാമോ? ഇന്നവളുടെ ബർത്ത്ഡേ അല്ലേ. ബീനമോളോട് ബിന്ദുവിനെന്തോ സംസാരിക്കാനുണ്ടെന്ന്. അയ്യോ, അത് സുമി, മോള് കിടന്നു കഴിഞ്ഞല്ലോ. ഞങ്ങൾ ബൂത്തിന്നാ വിളിക്കുന്നേ. മോൾ ഉറങ്ങിക്കാണില്ലെങ്കിൽ ഒന്ന് വിളിക്കോ? അയ്യോ, അവള് നല്ല ഉറക്കമായി. കാരണം ബർത്ത്ഡേ പാർട്ടിയിലൊക്കെ ഓടി നടന്ന് വല്ലാതെ ക്ഷീണിച്ച ഉറങ്ങുന്നതേ. ശരി, എങ്കിൽ പിന്നെ ഉണർത്തണ്ട. ഞങ്ങൾ പിന്നെ വിളിച്ചോളാം. വെക്കട്ടെ. അമ്മ വിഷമിക്കാതെ, വൈകിട്ട് നമുക്കൊന്നുകൂടെ വിളിക്കാം. നാട്ടിൽ നിന്ന് സുമിയാണ് വിളിച്ചത് അല്ലേ? അതെ, മോൾക്ക് ബർത്ത്ഡേ വിഷയം വിളിച്ചതാ. ഇപ്പോ നാട്ടില് എത്ര മണിയായിട്ടുണ്ടാവും? ബീന ഉറങ്ങും മുമ്പ് സുമി വിളിച്ചിരുന്നെങ്കിൽ നീ അവൾക്ക് ഫോൺ കൊടുക്കുമായിരുന്നു. വാട്ട് യു മീൻ? സുമിയോട് എനിക്കെന്താ വിരോധം? വിരോധമല്ല, പേടി. അതല്ലേ ശരി. എന്തായാലും നീ ഇപ്പൊ ചെയ്തത് ശരിയായില്ല. എന്ത് ആഗ്രഹത്തോടെ അവൻ സുമി വിളിച്ചിട്ടുണ്ടാവുക? ബീനയ്ക്ക് നീ ഫോൺ കൊടുക്കേണ്ടതായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന മോളെ വിളിച്ചുണർത്തണമെന്നാണോ? ദേ ജോസ്, വെറുതെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ വേണ്ട. അതിനുള്ള എനർജി എനിക്കില്ല. ഐ എം എക്സോസ്റ്റഡ്. ജോസ് കിടക്കുന്നുണ്ടോ? എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം. തീർത്താലും തീരാത്ത നന്ദിയുണ്ട് എനിക്ക് അവളോട്. പക്ഷെ ജോസ് പറഞ്ഞത് തന്നെയാ ശരി. പേടിയാണ് എനിക്കവളെ.